പ്ലാസ്മ മെംബ്രെയിൻ, ഇതിനകത്ത് കാണുന്ന അടുത്ത സ്ട്രക്ചറാണ് പ്ലാസ്മ മെംബ്രെയിൻ ദാറ്റ് എൻക്ലോസ് ദ സൈറ്റോപ്ലാസം ആൻഡ് അതർ ലോക്കോമോട്ടറി പ്രൊജക്ഷൻസ് ലൈക്ക് ഫ്ലജല്ല, സ്യൂഡോപോഡിയ ആൻഡ് സീലിയ. ഇതിനകത്ത് പല തരത്തിലുള്ള ലോക്കോമോട്ടറി ഓർഗൻസ് പ്രോട്ടോസോവയിൽ പ്രസന്റ് ആണ്. ഫ്ലജല്ല ഉള്ള ഗ്രൂപ്പുകളുണ്ട്, സ്യൂഡോപോഡിയ ഉള്ള ഗ്രൂപ്പുകളുണ്ട്, സീലിയ ഉള്ള ഗ്രൂപ്പുകളുണ്ട്. അത് സൈറ്റോപ്ലാസത്തിന് ചുറ്റുമാണ്, സൈറ്റോപ്ലാസത്തിന് ചുറ്റും സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, അതേ നിന്നാണ് ഈ ലോക്കോമോട്ടറി പ്രൊജക്ഷൻസ് ഓർഗൻസ് എല്ലാം അറൈസ് ചെയ്യുന്നത്. സം ഓഫ് ദ ജനറ ഹാവ് എ മെംബ്രേനിയസ് എൻവലപ്പ് കോൾഡ് പെല്ലിക്കിൾ. ചില ഇതിനകത്ത് ഒരു മെംബ്രേനിയസ് ആയിട്ടുള്ള എൻവലപ്പ് കാണും, അതിനെയാണ് പെല്ലിക്കിൾ എന്ന് വിളിക്കുന്നത്. വിച്ച് ഗീവ്സ് എ ഡെഫിനിറ്റ് ഷേപ്പ്, പ്രോട്ടോസോവയ്ക്ക് ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്ന സ്ട്രക്ചർ, that is pellicle. In some of the protozoans, epibiotic bacteria attach to the pellicle by their fimbriae. ചില പ്രോട്ടോസോവയിൽ എപ്പിബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയ അറ്റാച്ച് ചെയ്യും. The cytoplasm is differentiated into, ഈ സൈറ്റോപ്ലാസം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഔട്ടർ എക്ടോപ്ലാസവും കാണും, ഇന്നർ എൻഡോപ്ലാസവും കാണും. എക്ടോപ്ലാസം ഈസ് ട്രാൻസ്പെയറൻറ്റ്, എക്ടോപ്ലാസം ട്രാൻസ്പെയറൻ്റ് ആണ്. എൻഡോപ്ലാസത്തിനകത്താണ് സെൽ ഓർഗനൽസ് എല്ലാം പ്രസന്റ് ആയിട്ടുള്ളത്. സം ഓഫ് ദ പ്രോട്ടോസോവ ഹാവ് സൈറ്റോസോം ഫോർ ഇൻജസ്റ്റിംഗ് ഫുഡ്. പ്രോട്ടോസോവയിൽ കാണുന്ന ഫുഡ് ഇൻജസ്റ്റ് ചെയ്യാൻ വേണ്ട സ്ട്രക്ചറിന് എക്സാമ്പിൾ ഏതാണ്? സൈറ്റോസോം, ദ സ്ട്രക്ചർ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ഫോർ ദ ഇൻജഷൻ ഓഫ് ഫുഡ് ഇൻ പ്രോട്ടോസോവ, സൈറ്റോസോം. ഫുഡ് വാക്യൂൾസ് ആർ പ്രസന്റ് where ingested food comes. Ciliates have a gullet, a body cavity which opens outside. Cilia locomotory organ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് സീലിയേറ്റ്സ് എന്ന് പറയുന്നത്. ഈ സീലിയേറ്റ്സിനകത്ത് ഒരു ഗള്ളറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണും. The central vacuole is present for osmoregulation. ഓസ്മോറെഗുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോട്ടോസോവയിൽ കാണുന്ന സ്ട്രക്ചർ ആണ് സെൻട്രൽ വാക്യൂൾ, ദാറ്റ് റിമൂവ് എക്സസ് വാട്ടർ ഒക്കെ പുറത്ത് കളയാൻ ഉള്ള പ്രോസസ്സാണ് ഓസ്മോറെഗുലേഷൻ. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് വാക്യൂൾ. മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ലൈക്ക് മൈറ്റോകോൺട്രിയ, ഗോൾഗെ ബോഡി, ലൈസോസോംസ്, ഇങ്ങനെയുള്ള മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് എല്ലാം, അത് യൂക്യാരിയോട്സ് ഏതാണോ അതിനകത്തെല്ലാം മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് പ്രസന്റ് ആണ്. ഇനി പ്രോട്ടോസോവയിലെ ന്യൂട്രീഷൻ, പ്രോട്ടോസോവ ഹെട്രോട്രോഫിക് ആണ് ആൻഡ് ഹാവ് ഹോളോസോയിക് ന്യൂട്രീഷൻ. ദേ ഇൻജസ്റ്റ് ദെയർ ഫുഡ് ബൈ ഫാഗോസൈറ്റോസിസ്. പ്രോട്ടോസോവയിൽ കാണുന്ന ഒരു ഇതാണ് ഫാഗോസൈറ്റോസിസ്. സം ഓഫ് ദ പ്രോട്ടോസോവ ഹാവ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കോൾഡ് സൈറ്റോസോം. പ്രോട്ടോസോവയിൽ കാണുന്ന ഫാഗോസൈറ്റോസിസിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് സൈറ്റോസോം. The pseudopodia of amoeboids help in catching the prey. അപ്പോൾ ഈ പ്രോട്ടോസോവയെ തന്നെ പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിയേറ്റ്സ്, ഫ്ലജല്ലേറ്റ്സ്, പിന്നെ അമീബോയിഡ്സ്. അമീബോയിഡ്സിലാണ് സ്യൂഡോപോഡിയ പ്രസന്റ് ആയിട്ടുള്ളത്. സ്യൂഡോപോഡിയ മീൻസ് ഫോൾസ് ഫീറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ കാണുന്ന ഗ്രൂപ്പാണ് അമീബോയിഡ്. അതിനകത്ത് ഈ സ്യൂഡോപോഡിയ ദാറ്റ് ഹെൽപ്പ് ഇൻ ക്യാച്ചിങ് ദ പ്രേ. തൗസൻഡ്സ് ഓഫ് സീലിയ പ്രസന്റ് ഇൻ സീലിയേറ്റ്സ് ഡ്രൈവ് ദ ഫുഡ് ലാഡൻ വാട്ടർ ഇൻ ടു ദ ഗള്ളേറ്റ്. എന്നാൽ സീലിയേറ്റ്സിലാണെങ്കിൽ സീലിയാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ഇൻജസ്റ്റഡ് ഫുഡ് comes to the food vacuole and gets acted on by lysosomal enzyme. എങ്ങനെയാണ് ഇതിനകത്ത് ന്യൂട്രീഷൻ നടക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ സ്യൂഡോപോഡിയയിലാണെങ്കിൽ സ്യൂഡോപോഡിയ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. സീലിയേറ്റ്സിലാണെങ്കിൽ സീലിയ ഹെൽപ്പ് ചെയ്യും. ദേ ഡ്രൈവ് ദ ഫുഡ് ലാഡൻ വാട്ടർ ഗള്ളറ്റിനകത്തോട്ട് കൊണ്ടുവരും. അങ്ങനെ ഇൻജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് വാക്യൂളിലെത്തുന്നു. അവിടെ അത് പല തരത്തിലുള്ള എൻസൈംസ് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അത് ഡൈജസ്റ്റഡ് ആയിട്ട് മാറുന്നു. ദ ഡൈജസ്റ്റഡ് ഫുഡ് ഗെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ സെൽ. അങ്ങനെ സെല്ല് മുഴുവൻ അത് ഫുഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആകും, ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ്. ലോക്കോമോഷൻ, പല ടൈപ്പിലുള്ള ലോക്കോമോട്ടറി ഓർഗൻസ് അവർക്കുണ്ടെന്ന് പറഞ്ഞു, പല സ്ട്രക്ചേഴ്സ് അവർക്കുണ്ട് ദാറ്റ് ഹെൽപ്സ് ഫോർ ലോക്കോമോഷൻ. ഫ്ലജല്ല, സീലിയ, സ്യൂഡോപോഡിയ ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആണ്. Sporozoa which do not have any locomotory structure have subpellicular microtubules which help in the slow movement.
എന്നാൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ട് സ്പോറോസോവ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ലോക്കോമോട്ടറി ഓർഗൻസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. സബ് ഫെല്ലിക്കുലാർ മൈക്രോ ട്യൂബ്യൂൾസ് ആണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. പ്രോട്ടോസോവയുടെ ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പ്രോട്ടോസോവ ഓൾട്ടർനേറ്റ്സ് ബിറ്റ്വീൻ, അതിനകത്ത് 2 സ്റ്റേജ് ആണുള്ളത്. ഒരു ഡോർമെന്റ് സിസ്റ്റ് സ്റ്റേജും കാണും, ഒരു പ്രോളിഫറേറ്റിംഗ് വെജിറ്റേറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ 2 സ്റ്റേജസ് ആണ്, സിസ്റ്റ് സ്റ്റേജും വെജിറ്റേറ്റീവ് സ്റ്റേജും. എക്സാമ്പിൾ ആ പ്രോളിഫറേറ്റിംഗ് സിസ്റ്റ് സ്റ്റേജിന് എക്സാമ്പിൾ ആണ് ട്രോഫോസോയിറ്റ് ഫോർമേഷൻ ഒക്കെ വരുന്നത്. സിസ്റ്റ് സ്റ്റേജ് ക്യാൻ സർവൈവ് ഹാർഷ് കണ്ടീഷൻ വിത്തൗട്ട് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. ഇറ്റ് ക്യാൻ റിമെയിൻ ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ ആൻഡ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ്. അല്ലെ, ആ സിസ്റ്റിൻ്റെ പ്രത്യേകത അതാണ്. ഹാർഷ് ഡ്രൈ കണ്ടീഷൻസിനകത്തൊക്കെ ഡ്രൈ കണ്ടീഷൻസ് ഒക്കെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഹോസ്റ്റിന് പുറത്തായിരിക്കും അത് റിമെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് റിമെയിൻസ് ഔട്ട്സൈഡ് ഫോർ എ ലോങ് ടൈം. എന്നാൽ ട്രോഫോസൈറ്റ് സ്റ്റേജ് ആണ് അതിൻ്റെ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഫീഡ് ആൻഡ് മൾട്ടിപ്ലൈ ഡ്യൂറിങ് ദിസ് സ്റ്റേജ്. അതിൻ്റെ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് ഈസ് ദ ട്രോഫോസൈറ്റ് സ്റ്റേജ്. മൾട്ടിപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. ഈ പ്രോട്ടോസോവയിലെ റീപ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രോട്ടോസോവൻസും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എസെക്ഷുവൽ മീൻസ് ആണ്. ദേ മൾട്ടിപ്ലൈ ബൈ ഏതൊക്കെ ടൈപ്പ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ് അതിനകത്തുള്ളത്? ബൈനറി ഫിഷൻ ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ ഫിഷൻ ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഫിഷൻ ഉണ്ട്, ബഡ്ഡിങ്ങും ഉണ്ട്. In some of the species, sexual reproduction is present. The sexual reproduction is by conjugation, syngamy or by gametocyte formation. അതിനകത്ത് കാണുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സിന് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഇനി നമുക്ക് പ്രോട്ടോസോവയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് പ്രോട്ടോസോവയിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസമാണ്. പ്രോട്ടിസ്റ്റ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അനുസരിച്ചിട്ട് പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. അതിനകത്ത് മേജർ ആയിട്ടുള്ള 4 ഗ്രൂപ്പുകളാണുള്ളത്. ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോക്കോമോഷൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ ലോക്കോമോട്ടറി ഓർഗൻ ഏതാണ് അതിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മാസ്റ്റിഗോഫോറ, ദേ ആർ കോൾഡ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസിനെ വിളിക്കുന്ന പേരാണ് മാസ്റ്റിഗോഫോറ. പാരസൈറ്റ്സ് ആയിട്ടുള്ളതുമുണ്ട്, ഫ്രീ ലിവിങ് ആയിട്ടും ഉള്ളതുണ്ട്. അതിനകത്ത് ഫ്ലജല്ലയാണ് ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത്. ബോഡി ഈസ് കവേർഡ് ബൈ ക്യൂട്ടിക്കിൾ ഓർ പെല്ലിക്കിൾ. ക്യൂട്ടിക്കിളും പെല്ലിക്കിളും അതിൻ്റെ ബോഡി കവർ ചെയ്തിരിക്കുന്നത് ക്യൂട്ടിക്കിൾ അല്ലെങ്കിൽ പെല്ലിക്കിൾ ഉപയോഗിച്ചാണ്. ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്. കൺട്രാക്റ്റൈൽ ഫ്രഷ് വാട്ടർ ഫോംസിനകത്ത് കൺട്രാക്റ്റൈൽ വാക്യൂൾ പ്രസൻ്റ് ആണ്. റീപ്രൊഡക്ഷൻ ബൈനറി ഫിഷൻ ആണ്. അതിനകത്ത് റീപ്രൊഡക്ഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ. ഇതിന് എക്സാമ്പിൾസ് ആണ് ട്രിപ്പാനോസോമ, ട്രൈക്കോമോണാസ്, ഗിയാഡിയ, ലെയ്ഷ്മാനിയ. ഇതെല്ലാം പാത്തോജനിക് ആയിട്ടുള്ള ഫോമുകളാണ്. ട്രിപ്പാനോസോമ സ്ലീപ്പിംഗ് സിക്നെസ് കോസ് ചെയ്യുന്നത്, ട്രൈക്കോമോണിയാസിസ് കോസ് ചെയ്യുന്നത് ട്രൈക്കോമോണാസ്, ലെയ്ഷ്മാനിയാസിസ് കോസ് ചെയ്യുന്നത്. അങ്ങനെ പാത്തോജനിക് ആയിട്ടുള്ള ഫോമുകളാണ് ഈ പറഞ്ഞ ഗ്രൂപ്പുകളെല്ലാം. അടുത്ത നെക്സ്റ്റ് ഗ്രൂപ്പാണ് സാർക്കോഡിന ഓർ അമീബോയിഡ്സ്. ദേ ലിവ് ഇൻ ഫ്രഷ് വാട്ടർ ഫോം ആയിട്ടുള്ളതുണ്ട്, സീ വാട്ടറിൽ കാണുന്നുണ്ട്, മോയിസ്റ്റ് സോയിലിൽ കാണപ്പെടുന്നുണ്ട്. ഇത് മൂവ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്യൂഡോപോഡിയ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദേ ക്യാപ്ചർ ദെയർ പ്രേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂഡോപോഡിയ. പ്രത്യേകിച്ച് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പുകളൊന്നുമില്ല ഇതിന്. പെല്ലിക്കിൾ ആബ്സെന്റ് ആണ്. കൺട്രാക്റ്റൈൽ വാക്യൂൾ പ്രസന്റ് ആണ്. അമീബോയിഡ്സ് ലീവ് ഇൻ ഫ്രഷ് വാട്ടറിലാണ് കാണപ്പെടുന്നത്. റീപ്രൊഡക്ഷൻ ഇതിനകത്ത് ബൈനറി ഫിഷനുമുണ്ട്, സിസ്റ്റ് ഫോർമേഷനുമുണ്ട്. അമീബോയിഡ്സിന് എക്സാമ്പിൾ ആണ് അമീബ, എൻറ്റമീബ. ഇതെല്ലാം അമീബോയിഡ്സിന് എക്സാമ്പിൾ ആണ്. അടുത്ത നെക്സ്റ്റ് ഗ്രൂപ്പാണ് സ്പോറോസോവ അല്ലെങ്കിൽ സ്പോറോസോവൻസ്. എൻഡോപാരസൈറ്റിക് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനും ലോക്കോമോഷൻ ഇല്ല. അപ്പോൾ ലോക്കോമോട്ടറി ഓർഗൻ ഇല്ലാത്ത പ്രോട്ടോസോവയുടെ ഗ്രൂപ്പ് ഏതാണ്? അതിന് എക്സാമ്പിൾ ആണ് സ്പോറോസോവ അല്ലെങ്കിൽ സ്പോറോസോവൻസ്.
പെല്ലിക്കിൾ പ്രസന്റ് ആണ്, സബ് ഫെല്ലിക്കുലാർ മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ട്, അതാണ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ ഇതിനു വേണ്ടി സ്പോറോസോവയില് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിന് എക്സാമ്പിൾ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പെല്ലിക്കിൾ ഓർ subfollicular microtubules. Reproduction is by sporozoite formation. Sporozoite formation ആണ്. Example ആണ് Plasmodium, Myxoedium, Nosema, Globidium. ഇതെല്ലാം സ്പോറോസോവൻസിന് എക്സാമ്പിൾ ആണ്. സീലിയോഫോറ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് എന്നാണ് അതിനെ പറയുന്നത്. അക്വാട്ടിക് ഉണ്ട്, മൂവ് ആക്റ്റീവ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീലിയ. സീലിയ ഉപയോഗിച്ച് മൂവ് ചെയ്യുന്ന ഗ്രൂപ്പാണ് സീലിയേറ്റ്സ് അല്ലെങ്കിൽ സീലിയോഫോറ. ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഡ്യൂ ടു ദ കവറിങ് ഓഫ് പെല്ലിക്കിൾ. ദേ മേ ഹാവ് ടെൻറ്റക്കിൾസ് പ്രസന്റ് ആണ്. ഇൻ ദ സബ് ക്ലാസ് സക്ടോറിയ കൺട്രാക്റ്റൈൽ വാക്യൂൾസ് പ്രസന്റ് ആണ്. Some species have an organ for defense called trichocyst. Defense nu ഉപയോഗിക്കുന്ന organ. They move with the help of cilia and movement of cilia also helps in taking food inside the gullet. Ciliയുടെ മൂവ്മെന്റ് കൊണ്ടാണ് ഇതിന്റെ ഫുഡ് ഇതിനകത്തോട്ട് എൻട്രി ചെയ്യുന്നത്. They reproduce by transverse division and also form cyst. ട്രാൻസ്വേഴ്സ് ഡിവിഷനുമുണ്ട്, സിസ്റ്റ് ഫോർമേഷനും ഇതിനകത്ത് റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ആയിട്ടുണ്ട്. പാരമീസിയം, വോർട്ടിസില്ലിയ, ബലന്റിഡിയം ഇതെല്ലാമാണ് അതിന് എക്സാമ്പിൾസ്. അപ്പോൾ നമ്മുടെ യൂകാരിയോട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം. യൂകാരിയോട്സിനകത്ത് വരുന്നതാണ് ഫഞ്ചൈ, അതിൽ തന്നെ ഈസ്റ്റും മോൾഡും നമ്മൾ പഠിച്ചു, പിന്നെ ആൽഗെ പഠിച്ചു, പ്രോട്ടോസോവ പഠിച്ചു. ഇനി നമ്മൾ വീണ്ടും പ്രോകാരിയോട്സിനകത്തോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ പ്രോകാരിയോട്സിൽ വരുന്ന ഗ്രൂപ്പാണ്, പ്രോകാരിയോട്സിലുള്ള ഇതാണ് ആർക്കി ബാക്ടീരിയ. പ്രോകാരിയോട്സ് രണ്ടെണ്ണമായിരുന്നു ഉള്ളത്, ബാക്ടീരിയയും ആർക്കി ബാക്ടീരിയയും. അടുത്ത നെക്സ്റ്റ് ഗ്രൂപ്പാണ് ആർക്കി ബാക്ടീരിയ. അതൊരു പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസമാണ്. Biologists have long organized living things into large group called kingdom. There are 6 of them. പല സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 5 കിങ്ഡം ഉണ്ട്, 3 കിങ്ഡം ഉണ്ട്, 3 ഡൊമൈൻ ഉണ്ട്, അടുത്ത ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്താണ് ആർക്കി ബാക്ടീരിയ, ബാക്ടീരിയയെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് പ്രോകാരിയോട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളെല്ലാം കൂടി വരുന്ന മൊനീറ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പം ഈ മൊനീറയ്ക്കകത്ത് വരുന്ന പ്രോകാരിയോട്സിനെ തന്നെ 2 കിങ്ഡം ആയിട്ട് അങ്ങ് വീണ്ടും ഡിവൈഡ് ചെയ്യും. അതാണ് ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയും. പിന്നെ വരുന്നതെല്ലാം 5 കിങ്ഡത്തിൽ തന്നെ വരുന്ന ഗ്രൂപ്പുകളാണ് പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, ആനിമേലിയ. അപ്പം ആദ്യത്തെ ആ മൊനേറ എന്ന് പറയുന്ന കിങ്ഡത്തിനെ 2 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. ഇത് രണ്ടും പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ബാക്കിയുള്ള 4 എണ്ണവും വരുന്നതെല്ലാം യൂകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസമാണ്. അപ്പോൾ പ്ലാന്റേ യൂകാരിയോട്ടാണ്, ആനിമേലിയ യൂകാരിയോട്ടാണ്, ഫഞ്ചൈ യൂകാരിയോട്ടാണ്, പ്രോട്ടിസ്റ്റ യൂകാരിയോട്ടാണ്, ആർക്കി ബാക്ടീരിയ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടാണ്, യു ബാക്ടീരിയയും അതുപോലെ തന്നെ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടാണ്. In 1996, some scientists decide to split Monera into 2 group of bacteria. അങ്ങനെയാണ് 1996ലാണ് ആ ഡിവിഷൻ വരുന്നത്. അങ്ങനെയാണ് 2 ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടാകുന്നത്, ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയും. Because these 2 group of bacteria were different in many ways, scientists created new level of classification called domain. അത് കൺഫ്യൂസിംഗ് ആയിട്ട് വന്നപ്പോഴാണ് 3 ഡൊമൈൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. And now we have 3 domain. This 3 domain classification system that was proposed by Carl Woese. Carl Woese ആണ് ഈ 3 domain system classification. And according to the Carl Woese 3 domain system of classification, the 3 domains are bacteria, archaea and eukarya. ബാക്ടീരിയം, ആർക്കി. പിന്നെ ബാക്കി യൂകാരിയോട്സ് എല്ലാം അങ്ങ് വേറെ പോകും, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇതിനകത്ത് വരും. അതായത് ഫഞ്ചൈയും പ്ലാന്റ്സും ആനിമൽസും എല്ലാം ഇവിടെ ഈ ഒരു ഡൊമൈനിൽ വരും. മേളിലത്തത് രണ്ടും
പ്രോകാരിയോട്സ് ആണ് ബാക്ടീരിയം ആർക്കി. അതിലെ കിങ്ഡം ആർക്കിബാക്ടീരിയ. Any of a large group of primitive bacteria having usual cell wall, membrane, lipids, ribosome and RNA sequences and having the ability to produce methane and to live in anaerobic, extremely hot, salty or acidic conditions. ആർക്കിബാക്ടീരിയയുടെ പ്രത്യേകതകളാണ്. പ്രിമിറ്റീവ് ബാക്ടീരിയൽ ഗ്രൂപ്പാണ്. അൺയൂഷ്വൽ ആയിട്ടുള്ള സെൽ വോളാണ് ഇവർക്കുള്ളത്. നമ്മുടെ ട്രൂ ബാക്ടീരിയൽ അല്ലെങ്കിൽ യു ബാക്ടീരിയൽ ഗ്രൂപ്പിൽ നിന്നുള്ള ഡിഫറൻസ് അൺയൂഷ്വൽ ആയിട്ടുള്ള സെൽ വോളാണ്. പ്രൊക്കാരിയോട്സിൽ തന്നെ വരുന്ന മറ്റേ ഗ്രൂപ്പാണ് യു ബാക്ടീരിയ എന്ന് പറയുന്നത്. എന്നാൽ അവരിൽ നിന്നുള്ള ഡിഫറൻസ് അൺയൂഷ്വൽ ആയിട്ടുള്ള സെൽ വോളാണ്. മെംബ്രെയിൻ ലിപ്പിഡ്സ് പ്രസന്റ് ആണ്, റൈബോസോംസ് പ്രസന്റ് ആണ്, RNA സീക്വൻസ്, എബിലിറ്റി ടു പ്രൊഡ്യൂസ് മീതെയിൻ, ഇതൊക്കെ അവരുടെ പ്രത്യേകതകളാണ്. പിന്നെ എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ ആയിരിക്കും അവർ ജീവിക്കുന്നത്. അതായത് അനൈറോബിക്, എക്സ്ട്രീം ഹോട്ട്, സോൾട്ട്, അസിഡിക് കണ്ടീഷൻസിലൊക്കെ ആയിരിക്കും അവർ ജീവിക്കുന്നത്. Ancient bacteria, some of the first archaebacteria were discovered in Yellowstone National Park hot spring. Prokaryotes are structurally simple but biochemically complex. Prokaryotes ആണ് structurally ഒക്കെ simple ആണ്, but അതിൻ്റെ കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ it is complex. They live in extreme environment ലൈക്ക് ഹോട്ട് സ്പ്രിംഗ്, സോൾട്ടി ലേക്കിലൊക്കെയാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നോർമൽ എൻവയോൺമെൻറ്റിലുമുണ്ട്, സോയിലിൽ, ഓഷ്യനിലും ഒക്കെ. യൂണിസെല്ലുലാർ ആണ്. ഈച്ച് ഇൻഡിവിഡ്വൽ ഈസ് ഓൺലി വൺ സെൽ. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഇതാണ്. എന്നാൽ ബാക്ടീരിയയിൽ നിന്നുള്ള അതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പെപ്റ്റിഡോഗ്ലൈക്കൺ കാണത്തില്ല. നോ പെപ്റ്റിഡോഗ്ലൈക്കൺ ഇൻ ദെയർ സെൽ വോൾ. സം ഹാവ്, എന്നാൽ ചിലതിനകത്ത് ഫ്ലജല്ലയുണ്ട്. ദാറ്റ് ഹെൽപ്സ് ഇൻ ലോക്കമോഷന് ഹെൽപ്പ് ചെയ്യുന്നു. മോസ്റ്റ് ഡു നോട്ട് നീഡ് ഓക്സിജൻ ടു സർവൈവ്. They can produce ATP. They do not need oxygen. ഓക്സിജൻ വേണ്ടാത്ത ഒരു ഗ്രൂപ്പാണ്. മിക്കവാറും ഉള്ളതിനൊന്നും തന്നെ ഓക്സിജൻ ആവശ്യമില്ല. ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. And they can survive enormous temperature extreme ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ആർക്കിബാക്ടീരിയ. They can survive under rock and in ocean floor vents deep below the ocean surface. ഇങ്ങനെയൊക്കെ എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നത് അതിനകത്ത് സെൽ വോൾ, സെൽ മെംബ്രെയിൻ ഇതെല്ലാം കുറേ കൂടി കോംപ്ലക്സ് ആണ്. എക്സ്ട്രീം കണ്ടീഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള സെൽ വോളുകളാണ് പ്രസൻറ്റ്. ദേ ക്യാൻ ടോളറേറ്റ് ഹ്യൂജ് പ്രഷർ ഡിഫറൻസ് ഒക്കെ ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഗ്രൂപ്പുകളാണ്. ആർക്കെ എൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ലെസ് ദാൻ 1 മൈക്രോൺ ലോൺ, 1/1000 of a millimeter. In order to see their cellular features, scientists use electron microscope. ഇനി അത് പല ഷേപ്പുകളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. സ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ട്, ബോൾ ഷേപ്പ് ഉണ്ട്. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് കോക്കസ് എന്ന് വിളിക്കുന്നത്, സ്ഫെറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള. എന്നാൽ മറ്റ് ചില റോഡ് ഷേപ്പാണ്, ലോങ് ആൻഡ് തിൻ ആൻഡ് ആർ കോൾഡ് ബാസിലസ്. അപ്പം റൗണ്ട് ഷേപ്പിലുള്ളതുകൊണ്ട് അതിനെ കോക്കസ് എന്ന് വിളിക്കും, റോഡ് ഷേപ്പിലുള്ളതുകൊണ്ട് അതിനെ ബാസിലസ് എന്ന് വിളിക്കും. ഇതല്ലാതെയും പല ഷേപ്പുകളും അവിടെ കാണപ്പെടുന്നുണ്ട്. ഇതാണ് ബാസിലസ്, റോഡ് ഷേപ്പിന് എക്സാമ്പിൾ. ഇത് സ്ഫെറിക്കൽ ഷേപ്പിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്, അതിന് കോക്കസ് ആണ് എക്സാമ്പിൾ. പിന്നെ സ്പൈറൽ ഷേപ്പിലുള്ളതുകൊണ്ട് ഇതേപോലെ സ്പൈറൽ ഷേപ്പിലുള്ളതും കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ ലോക്കമോഷൻ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്? സം ആർക്കെ ഹാവ് ഫ്ലജല്ല, ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ബാക്ടീരിയയിലും അതുപോലെ തന്നെയാണ്, ഫ്ലജല്ലയാണുള്ളത്. അതുപോലെ തന്നെ ആർക്കി ബാക്ടീരിയയിൽ ഫ്ലജല്ലയുണ്ട്. ദേ ക്യാൻ ബി 1 or more attached to the cell's outer cell membrane. Protein network can also be found on the cell membrane which allows cells to attach themselves in group. Locomotion, protein നെറ്റ്വർക്കുകളൊക്കെ പ്രസന്റ് ആണ്. ഇനി അതിൻ്റെ സെൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വിത്തിൻ ദ സെൽ മെംബ്രെയിൻ ദ ആർക്കെ സെൽ കണ്ടെയ്ൻസ് സൈറ്റോപ്ലാസം ഉണ്ട്, DNA ഉണ്ട്, ആൻഡ് ആർ ഇൻ സിംഗിൾ ലൂപ്ഡ് ഫോം കോൾഡ് പ്ലാസ്മിഡ്സ്.
പ്ലാസ്മിഡ്സിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ആണ് പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പ്ലാസ്മിഡ്സ് ഉണ്ട്. മോസ്റ്റ് ആർക്കി ബാക്ടീരിയൽ സെൽ ഓൾസോ ഹാവ് സെമി റിജിഡ് സെൽ വോൾ ദാറ്റ് ഹെൽപ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് കെമിക്കൽ ബാലൻസ്. സെൽ വോൾ പ്രസന്റ് ആണ്. This protect the cytoplasm, which is semi-liquid gel that fills the cell and enables various parts to function. ഇനി അതിനകത്ത് സെൽ കെമിസ്ട്രി എല്ലാം ഭയങ്കര കോംപ്ലക്സ് ആണ്. അതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സെൽ കെമിസ്ട്രിയിൽ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത്. ദ മോളിക്യൂൾസ് ദാറ്റ് മേക്ക് അപ്പ് സെൽ മെംബ്രെയിൻ ആർ കോൾഡ് ഫോസ്ഫോലിപിഡ്സ്. സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ കെമിക്കൽ നേച്ചർ എന്താണ്? ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപിഡ്സ് വിച്ച് ആക്ട് ആസ് ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ ദ സെൽ ഇൻ ആർക്കേ. ദീസ് മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലിസറോൾ ഈതർ ലിങ്കേജ്. ഗ്ലിസറോൾ ഈതർ ലിപ്പിഡ് ആണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. The ether bonding makes it possible for Archaea to survive in environment that are extremely acidic or alkaline. ഞാൻ പറഞ്ഞു എക്സ്ട്രീം കണ്ടീഷൻസിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം അവരുടെ സെൽ കെമിസ്ട്രി കോംപ്ലക്സ് ആണ്. അങ്ങനെ എക്സ്ട്രീം അസിഡിക് എൻവയോൺമെൻറ്റിലൊക്കെ ജീവിക്കാൻ അതിന് പറ്റുന്നത് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദസ് ഈതർ ബോണ്ടിങ്. ആ മെംബ്രെയിനകത്ത് ഈതർ ബോണ്ടിങ് പ്രസൻ്റ് ആയതാണ്. ആർക്കി ബാക്ടീരിയ നമ്മൾ ക്ലാസിഫൈ ചെയ്താൽ അതിനകത്ത് 5 ക്ലാസ്സസ് ആണ് ആർക്കി ബാക്ടീരിയയിൽ വരുന്നത്. ക്രെനാർക്കിയോട്ട, യൂറിയാർക്കിയോട്ട, കൊറാർക്കിയോട്ട, തമാർക്കിയോട്ട ആൻഡ് നനാർക്കിയോട്ട. അങ്ങനെ 5 ക്ലാസ്സസ് ആണ് ആർക്കി ബാക്ടീരിയയിൽ വരുന്നത്. ഈ 5 ക്ലാസ്സസ് അത് ഓരോന്നും ആർക്കി ബാക്ടീരിയയുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അതാണ്. എക്സ്ട്രീം കണ്ടീഷൻസിൽ അവർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ. ഇനി പ്രോകാരിയോട്സിൽ തന്നെ വരുന്ന വേറൊരു ഗ്രൂപ്പാണ് ആക്ടിനോമൈസീറ്റ്സ്. പ്രോകാരിയോട്സിൽ വരുന്നത്. അപ്പോൾ ആക്ടിനോമൈസീറ്റ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആക്ടിനോമൈസീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഫഞ്ചൈ ആണോ ബാക്ടീരിയ ആണോ എന്ന്. ഫഞ്ചൈയുടെ കുറേ ഫീച്ചേഴ്സ് അതിന് ഉണ്ട്, ബാക്ടീരിയയുടെയും കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ഹയർ ബാക്ടീരിയ അല്ലെങ്കിൽ ലോവർ ഫഞ്ചൈ എന്ന് പേരിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രോകാരിയോട്ടിക് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് ആക്ടിനോമൈസീറ്റ്സ്. എന്താണ് ആക്ടിനോമൈസീറ്റ്സ്? Actinomycete is a heterogeneous group of bacteria that are gram-positive, filamentous with a branched growth pattern. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഫംഗസ് ഇരിക്കുന്നത് പോലെ ഒരു ഗ്രോത്ത് ആണ് ആക്ടിനോമൈസീറ്റ്സിനുള്ളത്. ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. ഗ്രാം പോസിറ്റീവ് ആണ്, ബാക്ടീരിയയെ പോലെ ഗ്രാം പോസിറ്റീവ് ആണ്. ബാക്ടീരിയക്കകത്ത് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ഉണ്ട്. ഇത് ഗ്രാം പോസിറ്റീവ് ആണ്. ഫിലമെൻറ്റസ് ആണ്, ഇതാണ് അവിടുത്തെ പ്രത്യേകത. ഫിലമെൻറ്റസ് ബാക്ടീരിയ ആണ്. ഫിലമെൻറ്റസ് ബാക്ടീരിയ ആർ കോൾഡ് ഡാഷ്. ഫിലമെൻറ്റസ് ബാക്ടീരിയ ആർ കോൾഡ് ആക്ടിനോമൈസീറ്റ്സ് which with a branched growth pattern ആയിട്ടുള്ളതുണ്ട്. They grow in mycelium or extensive colony. കോളനി ആയിട്ട് ഇത് ഗ്രോ ചെയ്യും അല്ലെങ്കിൽ മൈസീലിയം ആയിട്ട് ഗ്രോ ചെയ്യും. ദോ ദേ ആർ ബാക്ടീരിയ, ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് യുണീക്ക് ഓർഗാനിസം ദാറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് സെപ്പറേറ്റ്ലി. ബാക്ടീരിയ ആണ് എങ്കിൽ പോലും അതിനകത്ത് കുറേ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ അതിനെ പ്രത്യേകം എടുത്ത് നമ്മൾ പഠിക്കുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മോർഫോളജി. ഇനി എന്തൊക്കെയാണ് ആക്ടിനോമൈസീറ്റ്സിൻ്റെ ഫീച്ചേഴ്സ്? പ്രോകാരിയോട്ട് ആണ് ആൻഡ് ഏകദേശം ഒരു 1 to 2 മൈക്രോമീറ്റർ സൈസാണ് അതിന് പറയുന്നത്. മോസ്റ്റ്ലി എയ്റോബിക് ഓർഗാനിസം ആണ്, ബട്ട് സം ക്യാൻ ബി അനെയ്റോബിക്. കൂടുതലും ആക്ടിനോമൈസീറ്റ്സ് എയ്റോബ്സ് ആണ്, ഓക്സിജന്റെ പ്രസൻസിൽ ജീവിക്കുന്നതാണ്. അനെയ്റോബ്സ് ആയിട്ടുള്ള ചില ഗ്രൂപ്പുകളുമുണ്ട്, ഓക്സിജൻ വേണ്ടാത്ത ചില ഗ്രൂപ്പുകളും അവിടെയുണ്ട്. They inhabit the soil commonly but may be found in marine environment as well. സോയിലിൽ ആണ് കൂടുതലായിട്ടും ആക്ടിനോമൈസീറ്റ്സ് കാണപ്പെടുന്നത്, എന്നാൽ മറൈൻ എൻവയോൺമെന്റിലുമുണ്ട്. മൈസീലിയം ഓഫ് ആക്ടിനോമൈസീറ്റ്സ് സംടൈംസ് ബ്രേക്സ് അപ്പാർട്ട് ടു ഫോം കോക്കോയിഡ് ഓർ റോഡ് ഷേപ്ഡ് കോളനി. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈഫേ അല്ലെങ്കിൽ മൈസീലിയം ബ്രേക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് നമുക്ക് കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബാസിലറി ഷേപ്പുകളിൽ നമുക്ക് ആക്ടിനോമൈസീറ്റ്സിനെ കാണാൻ സാധിക്കും.
Many members of actinomycetes are also known to form spore. പലതും spore form ചെയ്യുന്നുണ്ട് with the sporangia or spore case being found on the aerial hyphae. Sporangia produce ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ spore producing structures എല്ലാം actinomycetesനകത്ത് present ആണ്. They are easily infected by bacteriophage, and the phages that infect actinomycetes are called actinophage. പെട്ടെന്ന് തന്നെ ഇതിനെ വൈറസ് അല്ലെങ്കിൽ viruses are bacteriophage are viruses that attack bacteria. അതുപോലെയുള്ള ബാക്ടീരിയോഫേജുകൾ വന്ന് ഇതിനെ പെട്ടെന്ന് ഇൻഫെക്റ്റ് ചെയ്യും. അങ്ങനെ ആക്ടിനോമൈസീറ്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന and the phages that infect ആക്ടിനോമൈസീറ്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഫേജിനെ വിളിക്കുന്ന പേരാണ് ആക്ടിനോഫേജ്. ദേ സംടൈംസ് പൊസസ് ഫ്ലജല്ല, എപ്പോഴും ഒന്നുമില്ല, സംടൈംസ്, ആൻഡ് ഗീവ്സ് ദം മോട്ടിലിറ്റി. ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് റേഞ്ച് ഫ്രം ഹാംലെസ് ബാക്ടീരിയ ടു പാത്തോജനിക് സ്പീഷീസ്. പാത്തോജനിക് സ്പീഷീസ് ആയിട്ടുള്ളതുണ്ട്. എക്സ്ട്രീംലി യൂസ്ഫുൾ ആൻറ്റിബയോട്ടിക്, ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസവും ആക്ടിനോമൈസീറ്റ്സ് ആണ്. They sometimes resemble the hyphae of fungal species. However, they can be distinguished on the basis of size, actinomycetes being smaller. അപ്പം ഫംഗസുമായിട്ട് ഒത്തിരിയും സിമിലാരിറ്റി ഇതിനുണ്ട്. എന്നാൽ സൈസൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ബാക്ടീരിയയുടെ സൈസൊക്കെ ഇതിനകത്ത് വരുന്നുള്ളൂ, ചെറുതാണ്. ബേസ് ആക്ടിനോമൈസീറ്റ്സ് ആർ സ്മോളർ. ദേ ആർ ഏബിൾ ടു ആക്ട് ഓൺ ഡിഫറെൻറ്റ് സോയിൽ സബ്സ്ട്രേറ്റ്. പല സോയിൽ സബ്സ്ട്രേറ്റിൽ അത് ആക്ട് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് ലെസ് ഡീഗ്രേഡബിൾ ഇൻസെക്ട്സ് ആൻഡ് പ്ലാന്റ് പോളിമേഴ്സ് സച്ച് ആസ് സെല്ലുലോസ്, കൈറ്റിൻ ആൻഡ് ഹെമി സെല്ലുലോസ്. ഈ പറഞ്ഞ ഇതിൻ്റെയൊക്കെ ഡീഗ്രഡേഷനകത്ത് actinomycetes involved ആണ്. In soil, they are found in the abundance of 10⁻⁶ to 10⁸ per gram. സോയിലിൽ ബാക്ടീരിയ കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ആക്ടിനോമൈസീറ്റ്സ് എന്ന് പറയുന്നത്. 10⁻⁶ to 10⁸ per gram എന്ന കണക്കിന്. ഒരു ഗ്രാം സോയിൽ എടുത്ത് നമ്മൾ പിന്നെ പ്ലേറ്റ് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആക്ടിനോമൈസീറ്റ്സിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും ഓർഗാനിസംസ് നമുക്കതിനകത്ത് കാണാനായിട്ട് സാധിക്കും. കോമൺ ആയിട്ടുള്ള ആക്ടിനോമൈസീറ്റ്സിന് എക്സാമ്പിൾസ് ആണ് നൊക്കാഡിയ ആസ്റ്ററോയിഡ്സ്, Nocardia uniformis, Actinomyces, Streptomyces griseus, Streptomyces venezuelae, Micromonospora purpura. Common actinomycetes examples ആണ് ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം. ഇനി ആക്ടിനോമൈസീറ്റ്സിന്റെ റീപ്രൊഡക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, റീപ്രൊഡക്ഷൻ ഇൻ ആക്ടിനോമൈസീറ്റ്സ് ഈസ് തറോലി hyphae fragmentation or spore formation. Asexual method of reproduction ആണ്. ഹൈഫേ മുറിഞ്ഞ് ഫ്രാഗ്മെന്റ് ചെയ്തിട്ട് പുതിയ സെല്ലായിട്ട് മാറുന്നു. ആ ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ഹൈഫേ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് സ്പോർസ് ഉണ്ടെന്ന് പറഞ്ഞു, ആ സ്പോർ ഫോർമേഷൻ. ആ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് പുതിയ സെല്ലുണ്ടാകുന്നു. At the time of reproduction, they form either conidiophore, oidospore or sporangiospore. ഇതെല്ലാം asexual reproductive structures ആണ്. റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഈ പറഞ്ഞത് ഏതെങ്കിലും അത് ഡെവലപ്പ് ചെയ്യും. During fragmentation, the members of the group form hyphae up to 1/5 of or half size of the fungal hyphae. ഫ്രാഗ്മെന്റേഷൻ്റെ സമയത്ത് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ഫോം ഹൈഫേ അപ് ടു 1/5 or half the size of fungal hyphae. അത്രയും സൈസിൽ അത് അതിൻ്റെ ഫ്രാഗ്മെന്റേഷൻ്റെ സമയത്ത് ഇത് ഡെവലപ്പ് ചെയ്യും. ഇനി കോമൺ ആയിട്ട് ആക്ടിനോമൈസീറ്റ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദേ പ്രൊഡ്യൂസ് എ compound called geosmin that give the earthy color to the soil. എർത്തിന് ആ ഒരു കളർ കൊടുക്കുന്നത്. സോയിലിനകത്ത് ഒത്തിരിയും ആക്ടിനോമൈസീറ്റ്സ് പ്രസന്റ് ആണ്. അതിൻ്റെ നമ്പറും നമ്മൾ പറഞ്ഞു 10⁻⁶ to 10⁻⁸ per gram ആണെന്ന്. അപ്പം അങ്ങനെ ഒരു എർത്തി കളർ സോയിലിന് കൊടുക്കുന്നത് എന്താണ്? That compound is called geosmin and that was produced by actinomycete. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള സോയിലിൽ കാണുന്ന പല
സബ്സ്റ്റൻസും പല കോമ്പൗണ്ട്സും ഡീഗ്രേഡ് ചെയ്യുന്നത് ആക്ടിനോമൈസീറ്റ്സ് ആണ്, ലൈക്ക് സെല്ലുലോസ് ആൻഡ് കൈറ്റിൻ. സെല്ലുലോസ് ഡീഗ്രഡേഷൻ, സെല്ലുലോസ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ ദ സോയിൽ. അത് ഡീഗ്രേഡ് ചെയ്യാൻ ഒത്തിരിയും ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗാനിസമാണ് ആക്ടിനോമൈസീറ്റ്സ്, അതുപോലെ തന്നെ കൈറ്റിൻ. The genus Frankia is a diazotroph that is capable of biological nitrogen fixation. അപ്പോൾ ഒരു നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള, നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു, അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ യൂട്ടിലൈസബിൾ ഫോമിലേക്ക് മാറ്റുന്ന പ്രോസസ്സ്. അങ്ങനെയുള്ള ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് ഡയസട്രോപ്സ്. Nitrogen fixers, biological nitrogen fixers are called diazotrophs. One example for a diazotrophic actinomycete is Frankia. The genus Streptomyces is highly useful as it can produce antimicrobial compounds such as streptomycin, streptozothiazin and actinomycin. ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിനോമൈസീറ്റ്സിന് എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോമൈസീസ്. എ നമ്പർ ഓഫ് ആന്റിബയോട്ടിക്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ ജീനസ് streptomyces. Example of antibiotics that are produced by streptomyces. Streptomyces produce ചെയ്യുന്ന ആന്റിബയോട്ടിക്കുകൾക്ക് എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോമൈസിന്, സ്ട്രെപ്റ്റോത്രൈസിന്, ആക്ടിനോമൈസിന് ഒക്കെ. Actinomycetes are an important source of antimicrobial compounds. They produce up to 2/3 or about 61% of the total antibiotics. ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആക്ടിനോമൈസീറ്റ്സ് ആണ്. അതിൽ തന്നെ സ്ട്രെപ്റ്റോമൈസീസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.